ഈ മജീഷ്യൻ സ്റ്റേജിന് നടുവിലായ ഒരു ചുവര് കെട്ടി ഓഡിയൻസിന്റെ കൺമുന്നിൽ വെച്ച് ചുവരിന്റെ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് പോകുമെന്ന് പറയുന്നു. അതിനായി അയാൾ ചുവരിനടുത്ത് പോയി നിന്നതും അയാളുടെ ടീംമേറ്റ്സ് ചുവരിന്റെ രണ്ടു വശവും സ്ക്രീൻ കൊണ്ട് മറയ്ക്കുന്നു. 10 സെക്കൻഡ് കഴിഞ്ഞ് സ്ക്രീൻ മാറ്റി നോക്കുമ്പോൾ അയാൾ ചുവരിന്റെ മറുവശത്ത് നിൽക്കുന്നു. അത് കണ്ട് കാണികൾ അതിശയിക്കുന്നു. അതുകൊണ്ട് വീണ്ടും അത് ചെയ്തു കാണിക്കാൻ എല്ലാവരും പറയുന്നു. അയാൾ വീണ്ടും അത് ചെയ്തു കാണിക്കുന്നു. എങ്ങനെയാണത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചുവരിന്റെ ഒരു വശത്ത് നിന്ന് തന്റെ ഫ്രണ്ടിന് ഒരു സിഗ്നൽ കൊടുക്കുന്നു. ഫ്രണ്ട് സ്റ്റേജിനടിയിൽ നിന്നൊരു കയർ പിടിച്ചു വലിച്ചതും ചുവരിനടിയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്നു. അതിലൂടെ ചുവരിന്റെ മറുവശത്തെത്തുന്നു. അപ്പോൾ ഫ്രണ്ട് ആരും കാണാതെ ആ ഗ്യാപ്പ് മറയ്ക്കുമ്പോൾ അയാൾ ചുവരിലൂടെ കടന്നു വന്നതുപോലെ ആക്ട് ചെയ്ത് നിൽക്കുന്നു. അത് കണ്ട ഓഡിയൻസ് അയാൾ ചുവരിലൂടെ വന്നതാണെന്ന് വിചാരിച്ച് കൈയടിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവ് അയാളെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ച് മാജിക് ചെയ്ത് കാണിക്കാൻ പറയുന്നു. അയാൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കയ്യിൽ പേപ്പർ കൊടുത്ത് അവർക്ക് എന്ത് മാജിക് ആണ് ചെയ്യേണ്ടതെന്ന് എഴുതാൻ പറയുന്നു. രാജാവ് ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവരുടെ ആഗ്രഹം എഴുതുന്നു. അതെല്ലാം ഒരു ബോക്സിലിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് എടുപ്പിക്കുന്നു. വായിച്ചു നോക്കുമ്പോൾ അത് റഷ്യൻ ലാംഗ്വേജ് ആണ്. എനിക്കത് വായിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് രാജ്ഞിയോട് വായിക്കാൻ പറയുന്നു. അത് വായിച്ച രാജ്ഞി ഇത് നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നു. കാരണം കൊട്ടാരത്തിലെ വർഷങ്ങളായി യൂസ് ചെയ്യാത്ത മണി അടിക്കണമെന്ന് പറയുന്നു. അതിന്റെ കയർ പോലും വർഷങ്ങൾക്ക് മുൻപ് പൊട്ടിപ്പോയെന്ന് പറയുന്നു. പക്ഷെ അയാളത് കാര്യമാക്കാതെ ഒരു കർച്ചീഫ് എടുത്ത് തന്റെ കൈവെള്ളക്കകത്ത് വെച്ച് വലിച്ച് ഒരു കയർ പുറത്തെടുക്കുന്നു. അത് ആ കൊച്ചുകുട്ടിയോട് വലിക്കാൻ പറയുന്നു. അവളത് വലിച്ചതും കൊട്ടാരത്തിലെ മണിയടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അത് കണ്ട് രാജാവ് അതിശയിക്കുന്നു. ഇയാളത് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ അയാൾ അവർ എഴുതിയ സ്ലിപ്പ് മാറ്റി അയാൾ കൊണ്ടുവന്ന സ്ലിപ്പാണ് രാജ്ഞിയെ കൊണ്ട് വായിപ്പിച്ചത്. അതേസമയം അയാളുടെ ഫ്രണ്ട് ഒരു ടെലിസ്കോപ്പുമായി മറ്റൊരു ബിൽഡിംഗിൽ നിന്ന് നോക്കി നിൽക്കുന്നു. അവർ പ്ലാൻ ചെയ്തതുപോലെ ആ പെൺകുട്ടിയെ കയർ വലിച്ചതും അവന്റെ കയ്യിലിരുന്ന ഗണ്ണിൽ സൈലൻസർ ഫിറ്റ് ചെയ്ത് ആ മണിയിലേക്ക് ഷൂട്ട് ചെയ്ത് അത് ശബ്ദിപ്പിക്കുന്നു.